ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എന്താ വീഡിയോ ഇടാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴോർത്തെ എല്ലാവരും ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഇട്ട് കണ്ട് അപ്പോൾ ഒരു ചെറിയൊരാഗ്രഹം, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഇടാമെന്ന്. അങ്ങനെ ഒരു ഫുള്ളായിട്ടുള്ളൊരൊന്നുമല്ല, ഒരു ജസ്റ്റ് ഒരു ലഞ്ച് പ്രിപ്പറേഷനും അങ്ങനെ എന്താ നമ്മൾ ഒരു ഉച്ചവരെയുള്ള ടൈം എന്തൊക്കെയാണ് എന്നുള്ളൊരു ചെറിയ വിശേഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ ഒരു മംഗൾദ്വീപിൻ്റെ സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നത്. നല്ല മണമാണ്, ഒരു പ്രത്യേക സുഖം. നല്ലൊരു പ്രത്യേകിച്ച് ഒരു ഓറഞ്ച് പാക്കറ്റും പിന്നൊരു ബ്ലാക്ക് പാക്കറ്റ് ഉണ്ടല്ലോ, അതും നല്ല മണമാണ്. എനിക്ക് രണ്ട് മണവും ഇഷ്ടമാണ്, ഈ ഓറഞ്ച് പാക്കറ്റിൻ്റെതും മറ്റേ ബ്ലാക്ക് പാക്കറ്റിലെ സാമ്പ്രാണി. അപ്പോൾ രാവിലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ മീൻ വെട്ടാൻ കയറി. രാവിലെ ദോശയായിരുന്നു, ദോശയും ചട്നിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് മീൻ വെട്ടാൻ കയറിയത്. ഇന്നലെ ലുലു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ലുലു പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഫിഷ് വാങ്ങി. അപ്പം രാവിലെ തന്നെ ഒന്ന് വെള്ളത്തിലിട്ടു, ഐസല്ലേ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. അപ്പം ഒന്ന് ഐസ് മാറാൻ വേണ്ടി വെള്ളത്തിലിട്ടു. എന്നിട്ട് നേരെ കട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ, ഇപ്പം നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഐസ് മാറും, അധികം ടൈമൊന്നും വെയിറ്റ് ചെയ്യണ്ട. അപ്പം ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ തൊലി ഇരിച്ച് കളയാനൊക്കെ കുറച്ച് ഈസിയാണ്. അപ്പം ഞാൻ ഒരു 3 മീനായിരുന്നുള്ളത്, അത്യാവശ്യം വലിപ്പമുള്ളൊരു 3 മീൻ. എന്താ ഇത്, അയിലക്കിരിയാനെന്നല്ലേ പറയുക, അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് ഈ മങ്കടയും അയിലക്കിരിയാനും തമ്മിൽ മാറിപ്പോകാറുണ്ട്. അപ്പം ഞാൻ ഈ 3 വെച്ചിട്ട് കത്രികയും എൻ്റെ ആയുധങ്ങളൊക്കെ ആദ്യമേ എടുത്ത്, ഞാൻ ആദ്യം എടുത്ത പിച്ചാത്തിക്ക് മൂർച്ചയില്ലായിരുന്നു. ഞാനങ്ങോട്ട് കട്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നേ ഇല്ല. പിന്നെ ഞാൻ വേറെ പിച്ചാത്തി എടുത്തിട്ട് വന്ന് അത് വെച്ച് കട്ട് ചെയ്തപ്പോൾ ഈസിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഞാൻ പ്ലാൻ ചെയ്തത് ഇതിൻ്റെ വാല് വറക്കാനും വാൽ ഭാഗം വറക്കുകയും ബാക്കി ചെറിയതായിട്ട് കട്ട് ചെയ്ത് കറി വെക്കുകയും ചെയ്യാന്ന്. മീനുള്ളപ്പോൾ എന്തായാലും കപ്പയൊക്കെ വേണമല്ലോ. അപ്പം നാട്ടിൽ നിന്ന് ഉണക്കക്കപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഞാൻ ഉണക്കക്കപ്പയും പച്ചമാങ്ങ കട്ട് ചെയ്തിട്ടേ ഫ്രീസ് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കുഞ്ഞു മത്തിയൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ ഈ പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ട് ഒന്ന് പീര വെക്കാനും കറി വെക്കാനും ഒക്കെ നല്ല രസമാണ്. അപ്പം അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ മീനകത്ത് എന്തായാലും പച്ചമാങ്ങയൊന്നും ഇടില്ല, നല്ല കുടംപുളിയൊക്കെ ഇട്ടിട്ട് മുളക് കറി വെക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഈസി ആയിട്ട് തന്നെ ഇരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. കട്ട് ചെയ്ത് കിട്ടും, പക്ഷെ അവർ തൊലി ഇരിക്കില്ലല്ലോ. അപ്പോൾ ഭയങ്കര, നമ്മൾക്ക് ഈ മീൻ തൊലി ഇരിച്ച് നമ്മളങ്ങനെ കഴിച്ചിട്ടുള്ളതുകൊണ്ടേ തൊലി ഇരിക്കാതെ കിട്ടുമ്പോഴത്തേക്ക് പിന്നെ തൊലി ഇരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കത് കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പം ഞാൻ കട്ട് ചെയ്തായിരിക്കും മിക്ക മീനും വാങ്ങുക. ഇപ്പോൾ ചൂര മേടിച്ചാൽ ഈ തൊലി ഇരിക്കുന്ന മീനുകളൊന്നും ഞാൻ കട്ട് ചെയ്ത് മേടിക്കാറില്ല, കൂടുതൽ ഞാൻ തന്നെ കട്ട് ചെയ്തെടുക്കുക ചെയ്യാറ്. ഞാൻ അത്രയ്ക്ക് നന്നായിട്ടൊന്നും മീൻ വെട്ടാറില്ല, എന്നാലും ഒരുവിധം വലിയ കുഴപ്പമില്ലാതൊക്കെ വെട്ടിയെടുക്കും. മീനൊക്കെ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കുറച്ച് ഭാഗമൊക്കെ ഇരുന്നതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണിക്ക് സ്കൂളിൽ പോകാത്തത് കൊണ്ട് കല്യാണി രാവിലെ എണീറ്റിട്ട് കാർട്ടൂണ് കാണലും പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് എന്തെങ്കിലും ഇരുന്ന് പഠിക്കും. പിന്നെ അതൊക്കെ തന്നെ, കാർട്ടൂൺ കാണൽ, ഫോണിൽ കളി, പിന്നെ ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ കൂടെ കളിക്കുക, പിന്നെ TV കാണുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പഠിക്കാൻ കൊടുത്താൽ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിക്കും. ഇങ്ങനെയൊക്കെ തന്നെ കല്യാണിയുടെ ദിവസം ഇപ്പോൾ പോകുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ 3 മീനും ക്ലീൻ ചെയ്തെടുത്ത്, എൻ്റെ കയ്യിൽ നന്നായിട്ട് മുള്ളു കൊള്ളുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത്. എനിക്ക് ഈ മീൻ നല്ല തെളിഞ്ഞ വെള്ളം വരുന്നിട്ട് വരെ വാഷ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ, മീൻ കഴുകുമ്പോൾ നന്നായിട്ട് തെളിഞ്ഞ വെള്ളം വരുന്നിട്ട് വരെ നമ്മൾ കഴുകുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അത് ഒന്നായിട്ട് മുറിക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകി, അത് കഴിഞ്ഞിട്ട് കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്തത്.
കലങ്കല അടിപൊളി. കല്യാണി വന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഇന്നലെ നമ്മൾ ലുലു പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആളവിടെ നിന്ന് കളിക്കാൻ വേണ്ടി ക്ലേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞാ, അമ്മ ഞാനിത് സെന്നു ആളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സെന്നുവിനും മുസാബ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കൊച്ചു കുഞ്ഞാണ്. ആളിൽ കളിക്കുന്നത് കല്യാണിയുടെ കൂടെ കളിക്കുന്ന ഒരു കുഞ്ഞാണ്, കല്യാണിയുടെ ഫ്രണ്ടാണ്. അപ്പം ആ കുഞ്ഞിനും ഞാനിത് കൊടുക്കും അമ്മ, നാട്ടിൽ പോകുമ്പോൾ ഞാൻ ആദ്യക്കുട്ടനും കൊടുക്കും എന്നാണ് ഈ പറയുന്നത്. അപ്പം നമ്മളിപ്പം നാട്ടിൽ പോകുന്ന കാര്യം പറയുന്നത് കൊണ്ട്, അമ്മ നാട്ടിൽ പോകുമ്പോൾ ഞാൻ ആദ്യക്കൂട്ടനും ഒരു പ്ലേ സ്കൂളിലാണോ പോകുന്നത് എന്നൊക്കെയാണ് ഈ പറഞ്ഞത് ഫുള്ള്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ മീനൊക്കെ കട്ട് ചെയ്തെടുത്ത് വറുക്കാനുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്ത് ഈ കൈയൊന്ന് സ്റ്റോപ്പ് ആകുന്നതേ എൻ്റെ കയ്യിൽ നന്നായിട്ട് മുള്ളു കയറുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ച് എനിക്കൊന്ന് ഞാൻ കട്ട് ചെയ്തപ്പം ഉള്ളതായിരിക്കും, നന്നായിട്ട് കയ്യിൽ മുള്ളു കൊള്ളുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഫുള്ള് ഇതൊക്കെ തന്നെയായിരുന്നേ. നമ്മളൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് കയ്യിൽ നെയിൽ വളർത്തുന്നവരാണെങ്കിൽ എന്തായാലും അനുഭവം കാണും. നമ്മുടെ വിരലിൻ്റെ തൊപ്പി അങ്ങ് ഒടുങ്ങി പോവേ. എനിക്ക് സ്ഥിരം കിട്ടാറുണ്ട്, പക്ഷെ എനിക്ക് കുക്ക് ചെയ്യുമ്പോഴല്ല സാധാരണ കിട്ടാറ്. ഒന്നുകിൽ ഞാൻ കൈകുത്തി എവിടെയെങ്കിലും ഇരിക്കുക, അല്ലെങ്കിൽ മുടി ചീകുക, അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് വീഴുക, അപ്പോഴായിരിക്കും എൻ്റെ നഖം കീറി അങ്ങ് പോകും. ഇന്ന് സെയിം അനുഭവം തന്നെയാണ്. അപ്പോൾ മീൻ വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കട്ടൻ കാപ്പി കുടിക്കാൻ തോന്നി. അപ്പോൾ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ടു. നമ്മൾ എത്ര ടയേർഡായിട്ട് തോന്നിയാലും ഒരു കട്ടൻ കാപ്പി കുടിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക എന്താ പറയുക, നമുക്കൊരു എനർജി ഫീൽ ചെയ്യും. എനിക്ക് കൂടുതൽ ഈ ബ്ലാക്ക് കോഫി കുടിക്കാൻ എനിക്ക് നമ്മുടെ നാട്ടിലെ കാപ്പിപ്പൊടി തന്നെ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ കോഫി പൗഡർ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് നമ്മൾ പാലൊഴിച്ച് കോഫി കുടിക്കുമ്പോൾ മാത്രമേ മറ്റുള്ള നെസ്ലെ ബ്രൂ ഒക്കെ ഇഷ്ടമുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് നാട്ടിലെ ഈ കാപ്പിപ്പൊടി തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കാപ്പിയൊക്കെ എടുത്ത് നേരെ റൂമിൽ പോയിട്ട് കുറച്ച് നേരം ഒന്ന് വിൻഡോയിലൂടെ നോക്കി നിന്ന്. അത് സ്ഥിരമായിട്ടുള്ളതാണേ. നേരത്തെ കല്യാണിയെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ആദ്യം വന്ന് ഞാൻ വിൻഡോയിലേക്ക് കുറച്ച് നേരം നോക്കി നിൽക്കും. നാടൊക്കെ മിസ് ചെയ്യുമല്ലോ നമുക്ക് എന്തായാലും. അപ്പോൾ കുറച്ച് നേരം വിൻഡോയിലൊക്കെ നോക്കി നിന്ന് കല്യാണി അടുത്തിരുന്ന് കാർട്ടൂണൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ മീൻകറി വെക്കാൻ കയറി. അപ്പോൾ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയൊക്കെ ഒന്ന് പൊളിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അതൊന്ന് കട്ട് ചെയ്യാന്ന് വെച്ചു. അപ്പം ഞാൻ മീൻ ഉള്ളപ്പോൾ എന്തായാലും കപ്പ വേണമല്ലോ. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാട്ടക്കപ്പയാണിത്. അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ച്, എന്നിട്ട് ഒനിയനും നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വെച്ച്. കട്ടിങ് ഈസിയാണേ, ഇവനുള്ളത് കൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടും. നേരത്തെ എൻ്റെ കയ്യിൽ ഒരു മാനുവലായിട്ടുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിപ്പം കുറച്ച് അതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് പുതിയതായിട്ട് വാങ്ങിയതാണ്. ഇത് നല്ല സൂപ്പറാണ്. പെട്ടെന്ന് നമുക്ക് എല്ലാം കട്ട് ചെയ്താൽ, ഇപ്പോൾ തോരൻ വെക്കാനാണെങ്കിൽ ഇതുപോലെ നമുക്ക് നമുക്ക് നന്നായിട്ട് പൊടിയായിട്ട് അരിയണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് പൊടിയായിട്ട് അരിയാം കേട്ടോ. അധികം പൊടിയാകണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. അങ്ങനെ അതൊക്കെ എടുത്തു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിച്ചട്ടിയാണ്. ഇതാദ്യം വന്ന സമയത്ത് ഞാൻ കറിച്ചട്ടിയൊക്കെ 2 കറിച്ചട്ടി, ഒരു ചെറുതും ഒരു വലുതും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു കറുപ്പും ഒരു ചുവപ്പും. അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചു, അടുപ്പ് കത്തിച്ചു, പിന്നെ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കടുകൊക്കെ ഇട്ട് എല്ലാവരും മുളകിട്ട മീൻകറി വെക്കുമല്ലോ, സെയിം തന്നെയാണ്. കടുകിട്ടു, ഒരു 2-3-4 ഉലുവ അതും ഇട്ടു. അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഉലുവ ഇട്ടത്. ഒരു നുള്ള് അത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 10 കാണും അല്ലേ. അപ്പോൾ അത്രയും ഉലുവ, 10 അതിലുണ്ട്. ഓക്കെ, എന്നാലും അത്രയും ഉലുവയൊക്കെ ഇട്ടിട്ട് ഏകദേശം എല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക്
നമ്മൾ ഈ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒനിയനും ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത്. എനിക്ക് തോന്നുന്നു നമ്മൾ പെൺകുട്ടികളൊക്കെ മിക്കവരും അല്ല നേരത്തെ കുക്കിംഗ് അറിയാവുന്നവരും ഉണ്ട്, എന്നാലും കൂടുതൽ എനിക്കൊന്ന് കല്യാണം കഴിയുമ്പോഴായിരിക്കും എല്ലാവരും കുക്കിംഗ് പഠിക്കുക. എനിക്ക് കല്യാണത്തിന് മുമ്പ് എനിക്ക് തോന്നുന്നു എനിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു തീയലും രസമായിരുന്നു. പിന്നെ മുട്ട പൊരിക്കലൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നതാണല്ലോ. ഫിഷ് കറിയൊക്കെ ഞാൻ വെച്ച വെള്ളം പോലെ ഇരിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ സൗദി വന്ന ടൈമിലാണ് ഞാൻ കുക്കിംഗ് കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചത്. സ്വന്തമായിട്ട് ഇപ്പം അമ്മയോട് വിളിച്ച് റെസിപ്പി ചോദിക്കും, അല്ലെങ്കിൽ ചേച്ചിമാരോട് ചോദിക്കും, ഇല്ലെങ്കിൽ യൂട്യൂബ് നോക്കും, അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതൊക്കെ കുക്ക് ചെയ്യാൻ പഠിച്ചു. മീൻകറി ചേച്ചിയുടെ റെസിപ്പി ആയിരിക്കും എപ്പോഴും. മീൻകറിയുടെ റെസിപ്പി എനിക്ക് എൻ്റെ മൂത്ത ചേച്ചിയെ പറഞ്ഞു തന്നിട്ടുള്ള സ്മോ ചേച്ചി. അപ്പം എപ്പോൾ മീൻകറി വെച്ചാൽ ആ റെസിപ്പിയിലായിരിക്കും ഞാൻ വെക്കുക. അപ്പം ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടിയൊക്കെ ഇട്ട് ഇതൊന്ന് എണ്ണയിൽ നിന്ന് വിട്ട് വരുന്നിടം വരെ ഒന്ന് ഈ ചട്ടിയിൽ നിന്ന് നമുക്ക് വിട്ട് ഉണ്ടയായിട്ട് കിട്ടുമല്ലോ, ഒരു ഉരുളപ്പോലെ കിട്ടുമല്ലോ, ആ ഒരു സ്റ്റേജ് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കും. ഇപ്പോൾ അത് കണ്ടില്ലേ, നമുക്ക് വിട്ട് വിട്ട് കിട്ടും, ഒരു ഉണ്ട പോലെ വന്നില്ലേ. എന്നിട്ടാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാൻ പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ടത്, തീരെ പൊടിയായിട്ടൊന്നും ഇട്ടില്ല. അപ്പം ഞാൻ ഏകദേശം 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഉലുവപ്പൊടി, അങ്ങനെയാണ് ചേർത്തത്. നമ്മുടെ ഇവിടെ കൂടുതലും ഈ മുളക് കറിയാണ് വെക്കുന്നത്, കുടംപുളിയിട്ട് മുളക് കറി. അപ്പം ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അടച്ചു വെച്ചു. ഇനി ഈ അരപ്പ് ഒന്ന് തിള വന്നതിന് ശേഷം നമ്മുടെ കുടംപുളി ഇട്ട് കൊടുത്ത്. അപ്പോൾ കുടംപുളി ഇട്ടതിന് ശേഷം ഒന്നും കൂടി തിള വന്ന് എന്നിട്ടാണ് കട്ട് ചെയ്ത് വെച്ച് മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തത്. ഞാൻ കുക്ക് ചെയ്യാൻ കയറിയാലും ക്ലീനിങ്ങിന് കയറിയാലും പാട്ട് കേൾക്കണം. അപ്പോൾ ഫോണിൽ എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവീസോ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും ഞാൻ ഈ കുക്ക് ചെയ്യാൻ കയറുന്നത്. പിന്നെ എനിക്കധികം നേരം കിച്ചണിൽ നിൽക്കുന്നതേ ഇഷ്ടമല്ല, അതുകൊണ്ട് പെട്ടെന്ന് കുക്ക് ചെയ്ത് മാറും. ഞാൻ ഈ മീൻ ഇടുന്ന കണ്ടാൽ തോന്നുന്നു എണ്ണ ഇടുവാണെന്ന്. ശരിക്കും എണ്ണയൊന്നും ഇടുന്നൊന്നും അല്ല കേട്ടോ. ഞാൻ അവിടെ സ്പേസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ഇട്ടിട്ട് പോയതാണ്. ലാസ്റ്റിൽ പൊങ്ങി വന്നതൊക്കെ ഞാനൊന്ന് തവി വെച്ചിട്ടേ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഞാനൊന്ന് ചട്ടിയിലൊന്ന് കറക്കിയെടുക്കാന്ന് വെച്ചത്, ചട്ടി നല്ല ചൂടായതുകൊണ്ട് തന്നെ ആ പണിക്ക് നിന്നില്ല. ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഇതാക്കി, ഒന്ന് എന്താ പറയുക, അതിലേക്കൊന്ന് മുക്കിയിട്ട് എന്നിട്ട് അടച്ചു വെച്ചു. ഇനി ഒരു തിള വന്ന് കഴിഞ്ഞ് ഒന്ന് ഞാൻ ഇടയ്ക്ക് തുറന്നു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കപ്പ വെക്കാമെന്ന് വെച്ച് ഈ സമയത്ത്. അപ്പോൾ കപ്പ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലാണ് കപ്പ വെച്ചത്. വാട്ടുകപ്പ കൊണ്ട് തന്നെ പെട്ടെന്ന് വേകും. അപ്പോൾ കപ്പയെല്ലാം കുക്കറിലേക്ക് ഇട്ടിട്ട് ഒറ്റ വിസിൽ കൊടുത്തു. കപ്പയിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അടച്ചു വെച്ച് ആവശ്യത്തിന് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു വിസിൽ കൊടുത്തത്. ഒരു വിസിലിൽ തന്നെ വെന്തു, പെട്ടെന്ന് വേകുമായിരുന്നു. അപ്പോഴത്തേക്ക് മീൻ തിളയൊക്കെ വന്ന് ഒന്ന് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് ചാറ് പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ മീൻകറി റെഡിയായി. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തിട്ടുണ്ട്. അതെ, ഞാൻ എടുത്തു തോന്നുന്നു. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞാൻ എൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ തീയൊക്കെ ഓഫാക്കി അടച്ചു വെച്ചു. അടുത്ത പണിയിലേക്ക് നീങ്ങി. അപ്പോൾ അടുത്ത പണി എന്ന് വെച്ചാൽ എനിക്കിവിടെ കുറച്ച് ചെടികളുണ്ട്. ഇവിടെ നേരത്തെ ഫസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്ക് തെറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് കറിവേപ്പിൻ്റെ തൈയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ നന്നായിട്ട് കിളുത്തു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങിപ്പോയി. പിന്നെ മനസ്സിലായി അതൊന്നും ഇവിടെ നടക്കില്ല എന്ന്. പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലക്കി പാമ്പു, ഇതൊക്കെ ഇവിടുന്ന് മേടിച്ചതാണ്. അപ്പം മണി പ്ലാന്റും ഇതൊക്കെയാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു 2.5 വർഷമായിട്ട് ഉണ്ട്. മണി പ്ലാന്റ് ഞാൻ ചിലത് കട്ട് ചെയ്ത് നട്ട് വെച്ചു. വെള്ളത്തിലിട്ട് നോക്കി, ശരിക്കും കിളിക്കുന്നേ ഇല്ല, ഉണങ്ങിപ്പോവും. ഇത് ഓൾറെഡി അതിനകത്ത് നിന്ന് തൈയെ ഞാൻ മാറ്റി നട്ടിട്ടാണ്. കുറച്ച് മഞ്ഞിച്ചേല നിൽപ്പുണ്ട്. അത് ഞാൻ ഈ അടുത്ത എനിക്ക് ഒരാഴ്ച 2 ആഴ്ച സമയമായിട്ടേ ഉണ്ടാവുള്ളൂ അത് ഞാൻ മാറ്റി നട്ടിട്ട്. ഞാൻ ഇടയ്ക്ക് ഈ കൊച്ചു ചട്ടിയിലായിരുന്നല്ലോ, അപ്പോൾ ഇത് കുറേ ഇങ്ങനെ വള്ളി വീശാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വലിയ ചട്ടിയിലേക്ക് ചിലതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ റീപോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ഒരെണ്ണം റീപോർട്ട്, ഒരു വലിയ മണി പ്ലാന്റ് റീപോർട്ട് ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയൊരു തൈയായിരുന്നു. അപ്പം ഏകദേശം ഇത് കിളുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, കിളിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും. അപ്പം അതിനകത്ത് ഉണ്ടായിരുന്ന പഴയ ഈ ലീഫൊക്കെ മഞ്ഞിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങ് നുള്ളിക്കളഞ്ഞ്. ഇതൊക്കെയല്ലേ നമ്മുടെ ഇവിടുത്തെ ഒരു സന്തോഷം. നാട്ടിലാണെങ്കിൽ മുറ്റത്തിറങ്ങുകയും ചെടി നോക്കുകയും
അതിനകത്ത് പൂ കാണുമ്പോഴും ഒക്കെ നമുക്ക് നല്ല സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നമുക്ക് വെളിയിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ളിൽ ഈ ഒരു പച്ചപ്പ് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ എൻ്റെ സന്തോഷം ഈ ചെടികൾ നോക്കലും മീൻകുട്ടന്മാർക്ക് തീറ്റ കൊടുക്കലും മീൻകുട്ടന്മാരെയൊക്കെ ഒന്ന് കുറച്ചു നേരം നോക്കി നിൽക്കലും ഒക്കെ തന്നെയാണ് ഇവിടെയുള്ള സന്തോഷം. ഇത് ഞാൻ നട്ട ഒരു ഇഞ്ചിയാണേ. ഒരു ഇഞ്ചി മുളച്ചു വന്നപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന മണ്ണിലൊന്ന് നട്ടുവെച്ചതാണ്. അത് ഇത്രയായിട്ടുണ്ട്. ഇതിനകത്തൊന്ന് ഇഞ്ചി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല ഇഞ്ചി നട്ടത്. പക്ഷെ ഒരു സന്തോഷമാണ് അത് കിളുത്ത് വരുന്നത് കാണുമ്പോഴേ. നേരത്തെ എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യിൽ നിറയെ ക്യാപ്സിക്കവും കാന്താരിയും തൈ കിളിച്ച് ഏകദേശം കാന്താരി നിറയെ പൂക്കുകയും ചെയ്തായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചൂട് സമയത്ത് നിൽക്കുന്നത്. സാധാരണ തണുപ്പ് സമയത്തായിരിക്കും ഞാൻ ഇവിടെ നിൽക്കുക. ചൂടാകുന്ന സമയമാകുമ്പോൾ ഞാൻ നാട്ടിൽ പോകും. അപ്പോൾ ചൂട് സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് നിന്നത്. ഞാൻ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം നല്ല തിളച്ച വെള്ളമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ചെടി എല്ലാം അങ്ങോട്ട് വെച്ചിട്ട് ഈ പൈപ്പിലെ വെള്ളം ഒഴിച്ചു കൊടുത്ത്. നല്ല ചൂട് വെള്ളമായിരുന്നു. പിറ്റേ ദിവസം ഞാൻ കണ്ടത് ഇതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞു പോയതാണ്. അപ്പോൾ എൻ്റെ കാന്താരി നിറയെ പൂത്ത് നിന്നതായിരുന്നു. നല്ല സങ്കടമായി. അപ്പോഴത്തേക്ക് ഇതാ എൻ്റെ കപ്പയ്ക്കൊക്കെ വിസിൽ വന്നു. ഞാൻ ചോറ് വെക്കാൻ എപ്പോഴും മറക്കും. അങ്ങനെ ചോറ് വെച്ചു. ഇതാണ് എനിക്ക് പറ്റിയത്. ഞാൻ കല്യാണിക്ക് ഒരു ബിസ്ക്കറ്റ് എടുക്കാൻ പോയതാണ്. ബിസ്ക്കറ്റ് വന്ന് എൻ്റെ കൈ വീണതേ ഉള്ളൂ. എൻ്റെ നഖത്തിൻ്റെ തുപ്പി അങ്ങ് പോയി. നിനക്കുണ്ടോ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ? അപ്പം ഞാൻ കപ്പ വിസിലൊക്കെ വന്നല്ലോ. അപ്പം കപ്പയ്ക്കുള്ള അരപ്പൊക്കെ അങ്ങ് അരച്ചു. തേങ്ങയും ഒരു 2 പച്ചമുളകും ജീരകവും ഒരു 2 അല്ലി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരച്ച് ഒന്ന് പുരട്ടിയിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മുകളിൽ ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് ചോറിന് തിള വന്നു. പിന്നെ വിചാരിച്ചൊരു കോവയ്ക്ക തോരനോ മെഴുക്കൂട്ടി വെക്കാമെന്ന്. കൈയുടെ തൊപ്പി പോയത് കൊണ്ട് തന്നെ കുറച്ച് ചോരയൊക്കെ പോയിട്ട് നല്ല വേദനയായിരുന്നു. അപ്പം തോരൻ അരിയലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ചോപ്പറിലിട്ടിട്ടാണ് ചെയ്തത്. നല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കിട്ടിയത്. നമ്മൾ കൈ കൊണ്ട് അരിയുന്ന അത്രയും വലുപ്പം ഇല്ലെങ്കിലും കുറച്ച് ചെറുതായെന്നേ ഉള്ളൂ. ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ചു ചെറിയ ചട്ടി വെച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ച് നമ്മുടെ കോവയ്ക്കയും സവാളയും കുറച്ച് ജീരകവും തേങ്ങയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒരു പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെ തോരനങ്ങ് വേഗം റെഡിയാക്കി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് അടച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വന്ന് ഇളക്കി നോക്കി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് അടച്ചു വെച്ചു. അപ്പോഴത്തേക്ക് തോരനൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. മീൻകറിയുടെ കൂടെ തോരന് കൂട്ടാൻ നല്ല രസമാണ്. എനിക്ക് പ്രത്യേകിച്ച് മത്തിക്കറിയും തോരനും മോരും ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും മോരും മീനും കോമ്പിനേഷൻ അല്ല, പക്ഷെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. കല്യാണിക്ക് ചോറുണ്ടാനാണെങ്കിൽ തൈരോ മോരോ വേണം. അപ്പം ഞാൻ തൈര് കുറച്ച് വെള്ളം ഒഴിച്ച് പച്ചമോര് ആക്കിയിട്ട് അതിലേക്ക് ഒരു ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ചതച്ചിട്ട്, ഈ ഇടിക്കല്ല് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കല്യാണിക്ക് പച്ചമോരോ തൈരോ മാത്രം ഉണ്ടെങ്കിലും കല്യാണി ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. എന്നാലും പക്ഷേ ഈ തൈരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുളിശ്ശേരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾ ഒരു 2 വാ ചോറെങ്കിലും കഴിക്കും. ഭയങ്കര മടിയാണ് ചോറ് കഴിക്കാൻ. അപ്പം ഞാൻ കുറച്ച് ഈ തൈര് ഒഴിച്ചിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂണ് ഒരു എരിവിന് വേണ്ടിയിട്ട് ആ മീൻചാറ് ഒരു തുള്ളി വെച്ചിട്ടുണ്ട്. ഒരു തുള്ളി തോരനും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആൾക്ക് ചോറ് കൊടുത്തത്. കല്യാണിയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ടൈമിൽ ആൾ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കൂ. ഒന്നെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ ഓറഞ്ച്, അത് മാത്രമേ കഴിക്കൂ. ചോറൊന്നും കഴിക്കത്തേ ഇല്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദോശ ഇഡലി അതിഷ്ടമാണ്. അങ്ങനെ കല്യാണിക്ക് ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ചോറ് കഴിക്കായിരുന്നു. അപ്പം ഇന്നത്തെ കറി എന്ന് വെച്ചാൽ മീൻകറി ഉണ്ടായിരുന്നു. ഇത് ഇന്നലത്തെ ഇഞ്ചിക്കറിയാണ്. കോവയ്ക്ക തോരന്, പിന്നെ തീയൽ, വഴുതനങ്ങ തീയലാണ്, മീൻകറി, കപ്പ വേവിച്ചത്, നമ്മുടെ പച്ചമോര്. അങ്ങനെ ഇതെല്ലാം കൂട്ടി ഞാൻ ഫുഡ് കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ടിരുന്നിട്ടേ ആദ്യത്തെ കൺമണിയാണ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം.